നിങ്ങൾ വാങ്ങി തിന്നേണ്ട സാധനം പിറ്റേന്ന് രാവിലെ ഫ്ലഷ് അമർത്തിയപ്പോ പാതാളത്ത് പോയി. തിന്നേണ്ട സാധനം എല്ലാം പോവില്ലേ, അടന്നോ? എന്നാൽ നിങ്ങൾ വാങ്ങിയ പുസ്തകം അവിടെ കിടക്കൂലേ? അവന്റെ മനസ്സിന്റെ സംസ്കാരമായി അവിടെ കിടക്കും. ആ പുസ്തകം വായിച്ചു തീർന്നാൽ മോന്റെയോ നിങ്ങളുടെയോ പേര് എഴുതിയിട്ട് വായനശാലക്ക് സംഭാവന വാങ്ങിയാൽ എത്ര കൊല്ലം കഴിഞ്ഞിട്ട് ആരെല്ലാം വായിക്കുക, ഇന്നയാള് സംഭാവന ചെയ്തത്. ആ ഒരു വിധത്തിലേക്ക് നമ്മുടെ മലയാളി മാറണം. വായനശാലകൾ ഏറ്റവും കൂടുതലുള്ള നാടാണ് മയ്യിലും കുറ്റ്യാട്ടൂരും. ഒരുപാട് വായനശാലയും നല്ല അലമാരിയും പുസ്തകങ്ങളും ഉണ്ടായിട്ട് എന്താ കാര്യം? ആ വായനശാല ഇന്ത്യയുടെ ആത്മാവെന്ന് പറയുന്ന ഒരു പുസ്തകം, ആ പുസ്തകത്തെ പറ്റി ഒരു ചർച്ച സംഘടിപ്പിച്ചു. ആ പുസ്തകത്തെ പറ്റി സംസാരിക്കാൻ എന്നോട് പറഞ്ഞു. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ വായിച്ച പുസ്തകമാണ്. അപ്പോൾ ഒന്നും കൂടി സംസാരിക്കുമ്പോൾ ഒന്നും കൂടി അത് വായിക്കണ്ടേ? ഞാനത് എൻ്റെ നാട്ടിലെ ഗാന്ധി സ്മാരക വായനശാലയിൽ പോയിട്ട് പുസ്തകം വാങ്ങി. നോക്കുമ്പോൾ ഗാന്ധി സ്മാരക വായനശാലയിൽ അത് 1982 വാങ്ങി വെച്ച പുസ്തകം എന്ന് പറഞ്ഞാൽ 44 കൊല്ലം മുമ്പ് വാങ്ങിയ പുസ്തകം, 42 കൊല്ലം മുമ്പ് വാങ്ങിയ പുസ്തകം. ആ പുസ്തകം ഞാൻ വാങ്ങി വീട്ടിൽ വാങ്ങിക്കുമ്പോഴാണ് ഒരു രസകരമായ കാര്യം. ഇതിൻ്റെ വക്ക് പണ്ടത്തെ ബൈൻഡിങ്ങിൽ ഇങ്ങനെ പ്രസ്സെന്ന് മുറിക്കുമ്പോൾ ഈ ഭാഗം വക്ക് വരുന്നുണ്ടെങ്കിൽ ഇത് കട്ടിങ് ചെയ്യുമ്പോൾ ഇത് കുറച്ച് ഇപ്പുറത്തോട്ടം മുറിച്ചിട്ടില്ലെങ്കിൽ ഇത് 2 കടലാസായിട്ട് നിൽക്കില്ല. അതിൻ്റെ മിക്ക പേജുകളും കൂട്ടിപ്പറ്റിയിട്ടുണ്ട്. ഈ 42 കൊല്ലമായിട്ട് ഒരു മനുഷ്യൻ ആ പുസ്തകം വായിച്ചിരുന്നുവെങ്കിൽ അത് കീറൂല്ലേ? കൈയിട്ടിട്ട് ഇങ്ങനെ കീറൂല്ലേ? ഒരാൾ വായിച്ചിട്ടില്ല. 42 കൊല്ലമായിട്ട് ചുടലപ്പറമ്പായിരുന്നു ആ അലമാര. അന്ത്യവിശ്രമം കൊള്ളുകയായിരുന്നു പുസ്തകത്തിന്റെ. വായനശാലകളിൽ പുസ്തകം അട്ടിവെച്ചിട്ട് എന്ത് കാര്യം? ചില വായനശാലയിൽ പോയാൽ എനിക്ക് ശ്വാസം മുട്ടു. എന്താണെന്നറിയോ? ഇത് മുഴുവൻ എപ്പാപ്പാ വായിച്ച് തീർക്കുമെന്ന് വിചാരിച്ചിട്ട് മാത്രമല്ല, ആ പുസ്തകങ്ങൾ വാങ്ങിയതുപോലെ അനാഘ്രാത കുസുമങ്ങളായി നല്ല നീറ്റിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ വായനശാല വൃത്തികെട്ട വായനശാലയാണ്. വായനശാലയിലെ പുസ്തകങ്ങൾ ആളുകളുടെ കയ്യിലെ വിയർപ്പ് തുള്ളികൾ വീണ് കയ്യിലെ അഴുക്ക് പുരണ്ട് തയമ്പ് പിടിച്ചിട്ട് മൂലമടക്കിയിട്ടും പേജ് കീറിയിട്ടും വൃത്തികെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ആ ഗ്രാമത്തിലെ മനസ്സ് സംസ്കാരം വൃത്തിയുള്ളതായിരിക്കും. ഈ വായനശാലയിലെ പുസ്തകങ്ങൾ നിങ്ങളൊന്ന് വന്ന് നോക്കണം. ഈ വാർഷികം കഴിഞ്ഞിട്ട് ആ പുസ്തകങ്ങൾ വൃത്തിയായി കിടക്കുന്നുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് സ്വയം മനസ്സിലാവും എൻ്റെ മനസ്സ് എത്ര വൃത്തികെട്ടതാണെന്ന്. 5 വയസ്സുവരെയുള്ള ഒരു കുട്ടിയുള്ള വീട്ടിലെ ചുമരുകളെ പോലെയാണ്. 5 വയസ്സുവരെയുള്ള ഒരു കുട്ടിയുള്ള ഒരു വീട്ടിലെ ചുമരുകൾ വൃത്തിയിൽ കിടക്കുന്നുണ്ടെങ്കിൽ ആ വീട് വൃത്തികെട്ട വീടാണ്. ആ ചുമരുകൾ ക്രയോൺസ് കൊണ്ട് കരിക്കട്ട കൊണ്ടും വരഞ്ഞ് വൃത്തികേടാക്കിയിട്ടുണ്ടെങ്കിൽ ആ വീട് സർഗാത്മകമായ സുന്ദരമായ വീടാണ്. അതുകൊണ്ട് കുഞ്ഞുമക്കളെ പോയിട്ട് വരയ്ക്കും. നിങ്ങളുടെ വീട്ടിന്റെ ചുമരുകൾ അപ്പെക്സ് അൾട്ടിമ കമ്പനിക്കും ബർജർ കമ്പനിക്കും ഇൻഡിഗോ കമ്പനിക്കും ഉള്ളതല്ല, അത് നിങ്ങൾക്കുള്ളതാ. വരക്കട അവിടെ പോയിട്ട്. എന്നിട്ട് അതിന്റെ പേരിൽ അച്ഛനും അമ്മയും അടിച്ചിട്ടുണ്ടെങ്കിൽ ബാലാവകാശ കമ്മീഷന്റെ ചെയർമാൻ എൻ്റെ അടുത്ത സുഹൃത്താ, കേസ് കൊടുക്കും അച്ഛൻ്റെ പേരിൽ അമ്മേൻ്റെ പേരിൽ. കുട്ടികൾക്ക് അവകാശപ്പെട്ടതാണ് നിങ്ങളുടെ വീട്ടിന്റെ ചുമരുകൾ. അതുപോലെ നാട്ടുകാരുടെ വിയർപ്പ് തുള്ളികൾക്ക് അവകാശപ്പെട്ടതാണ് ഈ വായനശാലയിലെ പുസ്തകങ്ങൾ. അത് പോയിട്ട് എടുക്ക്, വായിക്ക്, അതിന്റെ അനുഭൂതി നുകരൂ. എന്തൊരു അത്ഭുതമാണ്! ആ അത്ഭുതം ആസ്വദിക്കാൻ പറ്റാതെ മരിച്ചുപോലെ നമ്മൾ അടുത്ത ജന്മത്തിൽ നല്ലോണം വായിക്കാനും ഉണ്ടെന്ന് ഉറപ്പുണ്ടായിരിക്കും. മരിച്ചിട്ട് അടുത്ത ജന്മം ഉണ്ടെന്ന് വീടിന് അടിച്ചു വിട്ടതാ ചില കള്ളന്മാർ. ഒരു ജന്മമില്ല, മരിച്ചാൽ പിന്നെ തീർന്നു കേട്ടോ. പരിപൂർണ ശ്രമക്ലമ വിരാമമാണ്. മരിച്ചാൽ അങ്ങനെയാണ്. ആടെ സ്വർഗമുണ്ട്, ഇവിടെ നരകമുണ്ട് എന്നെല്ലാം ആരും പോയിട്ട് പറഞ്ഞല്ല. ആരെങ്കിലും ചത്തിട്ട് ആടുന്ന് വാട്സപ്പിൽ ഇട്ട് തന്നെ ഇവിടെ ഇങ്ങനെ ഉണ്ട്, വീട് മൂഹം വെച്ച് അടിച്ചു വിട്ടതാ. അതുകൊണ്ട് അതിനെ ആലോചിച്ചിട്ട് ഈ ജന്മ 90 വയസ്സ് വരെ ജീവിക്കുന്നുണ്ടെങ്കിലേ 75 കൊല്ലവും മൃഗത്തിന്റെ അതേ ജീവിതം, നമുക്ക് 15 കൊല്ലേ മനുഷ്യനാവും. അതും മനുഷ്യനാവാണ്ട് ആരാൻ്റെ വാട്സപ്പിൽ റീലും നോക്കിയിട്ട് നിങ്ങൾ വാട്സപ്പിൽ യൂട്യൂബിലെല്ലാം വരുന്ന മെസ്സേജുകൾ കണ്ടിട്ടുണ്ടോ? ആ മെസ്സേജെല്ലാം കണ്ടാൽ, ഞാൻ ഇന്നലെ എൻ്റെ ഭാര്യയുടെ അമ്മയുടെ സഹോദരി മരിച്ചുപോയി.
ഭാര്യയുടെ അമ്മയുടെ സഹോദരി മരിച്ചിട്ട് അവിടെ പോയി രാത്രിയിൽ ഭാര്യയുടെ അമ്മയോ ആരെയോ സുഹൃത്തുക്കളിൽ ഇരിക്കുന്ന ആ റൂമിലേക്ക് കയറി ചെന്നു. അന്നേരം ഒരു പെണ്ണുങ്ങൾ അപ്പുറത്തെ പെണ്ണ് ഇയാളെ അറിയാം, ഇയാൾ യൂട്യൂബറാന്ന് പഠിപ്പിച്ച് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഭാര്യേൻ്റെ അമ്മ പറഞ്ഞു, ഓനങ്ങനത്തെ തോന്നിയാസം പോക്കില്ലെന്ന്. യൂട്യൂബറാന്ന് പറഞ്ഞ് എന്തോ വൃത്തികെട്ട കാര്യമെന്നാണ് ഭാര്യേൻ്റെ അമ്മ വിചാരിക്കുന്നത്, എന്തോ. എന്നാൽ യൂട്യൂബർ എന്ന് പറഞ്ഞിട്ടുള്ള വരുന്നത് പലതും വൃത്തികേടാ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ റീലുകൾ നോക്കുന്നില്ലേ? ചില രക്ഷിതാക്കളുണ്ട് സ്കൂളിൽ പോയിട്ട് മാഷന്മാരോട് മക്കളെ പറ്റി പരാതി പറയും. മാഷ എപ്പോഴും ഗെയിം കളിക്കല്ലേ ഇവേ. ഈ പരാതി പറയുന്ന കള്ളന്മാർ ആരാന്നറിയോ? ഇവർ സ്ഥിരം മാന്തുന്ന ടീമാണ്. മക്കളൊന്നും എടുത്ത് നോക്കുമ്പോൾ ചൊറിച്ചൽ വരും. ഇവരിത് തന്നെയാ. ആരാൻ്റെ ഹണി റോസ് നോക്കിയിരിക്കും, തിരിയണ്ടാക്ക് തിരിഞ്ഞിട്ടുണ്ടാവും. ചിന്തക്കാണോ കേരളം പ്രാധാന്യം കൊടുക്കുന്നതെന്ന് ഞാൻ ഒറ്റ തെളിവ് പറയാം. ദയാഭായി എന്നു പേരുള്ള ലോകമറിയപ്പെടുന്ന ഒരു മനുഷ്യാവകാശ പ്രവർത്തകയുണ്ട്. കണ്ടാൽ ഒരു സൗന്ദര്യ സങ്കല്പവും ഇല്ലാത്ത ഒരു പപ്രച്ഛ വേഷം ധരിച്ച ആ സ്ത്രീ കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടിയിട്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാരം കിടക്കുന്ന കാലം ഞാൻ യൂട്യൂബുകളിലും യുവാക്കളുടെ സോഷ്യൽ മീഡിയകളിലും സ്റ്റാറ്റസുകളിലും ഫേസ്ബുക്കിലും പിന്നെ ഇൻസ്റ്റഗ്രാമിലും എല്ലാം തപ്പി ഇതിനെപ്പറ്റി ഒരു ചർച്ചയുണ്ടോ? ആരെങ്കിലും അവരുടെ ഫോട്ടോ ഷെയർ ചെയ്തിട്ടുണ്ടോ? ഒറ്റ യുവാക്കൾ ഒന്നും അതിനോട് പ്രതികരിച്ചില്ല. അനുകൂലമായിട്ടുമില്ല, എതിരായിട്ടുമില്ല. ഒരു പ്രതികരണവും ഉണ്ടായില്ല. അവർ ലോകമറിയപ്പെടുന്ന സ്ത്രീയാണ്. 2 മാസം കഴിഞ്ഞപ്പോൾ വേറൊരു സ്ത്രീ കൊച്ചിയിൽ വന്നു. ആ സ്ത്രീയെ വന്നപ്പോൾ 2 ലക്ഷം ചെറുപ്പക്കാർ ബൈക്കും കാറും എടുത്തിട്ട് അവരെ കാണാൻ പോയി. കൊച്ചി പട്ടണം സ്തംഭിച്ചു പോയി. കംപ്ലീറ്റ് റോഡ് ബ്ലോക്ക്. ആ സ്ത്രീയുടെ ഒരു നല്ല വാക്കോ ഒരു ലേഖനമോ ഒരു കവിതയോ ഒരു ആശയവിനിമയോ ഒരു സാമൂഹിക ഇടപെടലോ ഇതുവരെ ലോകത്തുണ്ടായിട്ടില്ല. പിന്നെ എന്തിനാ പോയേ? അവരുടെ പേര് സണ്ണി ലിയോൺ എന്നാണ്. അല്പവസ്ത്രം ധരിച്ച് നൃത്തം ചെയ്യുന്നവരാണ്. നിങ്ങൾ ആലോചിച്ചു. ഇപ്പം നിങ്ങൾ നോക്കട്ടെ, ഉദ്ഘാടനങ്ങളിൽ മന്ത്രിമാരെയും MLA-മാരെയും പാണക്കാട്ടെ തങ്ങളെയെല്ലാം വിളിച്ചിരുന്ന കാലമെല്ലാം പോയി. ഇപ്പം മൊത്തം ഉദ്ഘാടനം ഒറ്റ പെണ്ണ് ഏറ്റെടുത്തിരിക്കുന്നു. എന്തുകൊണ്ട്? ആ പെണ്ണിനെ വേറെ എത്ര നടിമാരുണ്ട്, അവരെ ആരും വിളിക്കുന്നില്ലല്ലോ. ഈ ഒറ്റ ഹണി റോസിനെ വിളിക്കാൻ കാരണം എന്താ? നിങ്ങൾ ശ്രദ്ധിച്ചിനോ? അത് അവരുടെ അഭിനയമോ മുഖമോ അല്ല, അവരുടെ ചിന്തയല്ല. ചിന്താ നെയ്യന്റെ വള്ളി എടുത്തിട്ട് അപ്പുറത്തെ അക്ഷരത്തിന് മാറ്റിയിട്ടതിനേക്കാണ് ക്യാമറകളെല്ലാം ഫോക്കസ്. കുട്ടികളുള്ളതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ക്യാമറകളെല്ലാം ഫോക്കസ് അങ്ങോട്ടാ അല്ലേ? എവിടത്തേക്ക് പോകുന്നു നമ്മുടെ നാട്? നവോത്ഥാന കേരളം നേടിയെടുത്ത പൊരുതി നേടിയ എല്ലാ സാമൂഹ്യ വികാസവും വായനശാലകളിൽ നകന്നു പോകുന്ന നമ്മുടെ ആധുനിക തലമുറ അടിച്ച് പൊളിച്ചു കളയുമെന്നൊരാശങ്ക എനിക്കുണ്ട്, വലിയൊരാശങ്കയുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ യുവാക്കളെ ചേർത്ത് പിടിക്കാം. നല്ല വിവരമുള്ള കുട്ടികളാണ്, നല്ല സ്നേഹമുള്ള കുട്ടികളാണ്, നല്ല അഭിപ്രായവും ഫിലോസഫിയുള്ള കുട്ടികളാണ്. പക്ഷെ അതിന് വ്യക്തിത്വത്തിലേക്ക് അവരെ ചാലിച്ചു ചേർക്കാൻ നമ്മളാണ് പരാജയപ്പെട്ടത്. കുട്ടികളെ കുറ്റം പറയണ്ട. അച്ഛനും അമ്മയും പുസ്തകം വായിക്കുന്നത് കണ്ടിട്ടില്ലാത്ത മക്കൾ പുസ്തകം വായിക്കണമെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരം? വിവാഹത്തിന് ശേഷം ഒരു 3 പുസ്തകമെങ്കിലും വായിച്ചു തീർത്ത് എത്രയാൾ ഈ സദസ്സിലുണ്ടെന്ന് കൈവക്ക്. വിവാഹത്തിന് ശേഷം, പഠിക്കുമ്പോൾ അല്ല, വിവാഹത്തിന് ശേഷം ഒരു 3 പുസ്തകങ്ങൾ വായിച്ചു തീർത്ത് എത്ര പേർ? ഒന്ന് കൈവക്കൂ. ഒന്ന് ഇതാണ് പ്രശ്നം. പിന്നെ എങ്ങനെ നമ്മൾക്ക് ചെറുപ്പക്കാരെ കുറ്റപ്പെടുത്താൻ പറ്റും? കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഉണ്ണുക, ഉറങ്ങുക, ഉണ്ണിണ്ടാക്കുക, വിസർജിക്കുക, ഈ പണി മാത്രം എടുത്താൽ മതി എന്ന് വിചാരിച്ചത് ഏത് കിതാബിലായി എഴുതി വെച്ചത്? എന്ത് മനുഷ്യരാണ് നമ്മൾ? വീര ഭഗത് സിംഗിനെ തൂക്കിക്കൊല്ലുന്നതിന്റെ തലേ ദിവസം അവസാനത്തെ ആഗ്രഹം എന്തെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേട്ടിട്ട് ജയിലധികാരികൾ പരിഹസിച്ച് ചിരിച്ചു. ഇവനെന്ത് പൊട്ടനാണ്? അച്ഛനെ കാണണമെന്നോ അമ്മയെ കാണണമെന്നോ ജിലേബി തിന്നണോ കിണ്ണത്തപ്പം തിന്നണോ എന്നൊന്നുമല്ല. ട്രേഡ് യൂണിയനുകളെ പറ്റിയിട്ട് ലെനിൻ എഴുതിയ ഒരു പുസ്തകം വായിക്കണമെന്നൊരാഗ്രഹിച്ചിരുന്നു ഞാൻ. ആ പുസ്തകം ഒന്ന് കിട്ടുമോ? ഇതാണ് അവൻ അവസാനത്തെ ആഗ്രഹം പ്രകടിപ്പിച്ചത്.
എന്തിനാ? വായിച്ചിട്ട് പിറ്റേ ദിവസം സമരത്തിന് പോകാനല്ല, മരിക്കുന്നത് വരെ വികസിച്ചു കൊണ്ടിരിക്കാൻ. മരിക്കുന്നത് വരെ വികസിച്ചു കൊണ്ടിരിക്കാൻ. നമ്മളെല്ലാവരും ഇപ്പൊ ചിന്തിക്കുന്നത്, എന്റെ വീടിന്റെ വികാസം ഒരു റൂം കൂട്ടിയെടുക്കാൻ പറ്റുമോ? എന്റെ കാറ് 4 ആൾ 5 ആൾ പോകുന്ന കാറാ, 7 ആൾ പോകുന്ന വലിയ ഇന്നോവ എടുക്കാൻ പറ്റുമോ? ഇതിങ്ങനെ ബാഹ്യമായ വികാസം മാത്രം സ്വപ്നം കാണുന്നു. അത് വേണ്ടെന്നല്ല, അത് വേണം. പക്ഷേ ബാഹ്യമായ വികാസമുണ്ടായത് ആന്തരികമായ വികാസം കൊണ്ടല്ലേ? നവോത്ഥാന കേരളം വളർന്നത് പുസ്തകങ്ങളിലൂടെയാണ്. ശ്രീനാരായണ ഗുരുവും സഹോദരൻ അയ്യപ്പനും ചട്ടമ്പി സ്വാമികളും വക്കം അബ്ദുൽ ഖാദർ മൗലവിയും ശ്രീനാരായണ പിന്നെ വാഗ്ബടാനന്ദ ഗുരുവും അയ്യാ വൈകുണ്ഠ സ്വാമികളും സ്വാമി ആനന്ദ തീർത്ഥനും ബ്രഹ്മാനന്ദ ശിവയോഗിയും കേളപ്പനും കൃഷ്ണപിള്ളയും എല്ലാം ഈ കേരളത്തിനോട് പറഞ്ഞ വാക്കുകൾ ഗ്രാമാന്തരങ്ങളിലെത്തിയത് അക്ഷരങ്ങളിലൂടെയാണ്, പുസ്തകങ്ങളിലൂടെയാണ്. ആന്തരികമായ വെളിച്ചത്തിന്റെ വികാസം ഉണ്ടായപ്പോഴാണ് ഓമനത്തിങ്ക് ഓമനക്കൈയിൽ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ആ പാട്ടിന്റെ പേര് പൊന്നുഷസ് കണി കണ്ടുണരാൻ ഒന്നുറങ്ങൂ എന്ന് പറഞ്ഞൊരു പാട്ടില്ലേ? ഓമനത്തിങ്കളിനോണം പിറക്കുമ്പോൾ താമര കുമ്പിളിൽ പനിനീര് എന്ന് കുട്ടിയെ തൊട്ടിലിട്ട് ഭാര്യ പാട്ട് പാടുമ്പോൾ ബോണസിന് പോയിട്ട് ഓണത്തിനൊന്നും കിട്ടാതെ കമ്പനി കൂട്ടിയത് അറിഞ്ഞിട്ട് സങ്കടത്തോടെ വരുന്ന നസീർ പാടുന്ന മറുപടി ഓർമ്മയുണ്ട്. ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും ഓരോ കുമ്പിൽ കണ്ണീര്, മണ്ണിലോരോ കുമ്പിൽ കണ്ണീര്. പിന്നെയും ഭാര്യ സ്വപ്നങ്ങൾ മെനയുന്നു. വൃശ്ചിക മാസത്തിൽ മാനത്തെ കുഞ്ഞിന് വെള്ളോട്ട് പാത്രത്തിൽ പാൽ കഞ്ഞി. ഭർത്താവിന്റെ മറുപടി കണ്ണീരുപ്പിട്ട് കാണാത്ത വറ്റിട്ട് കർക്കിടകത്തിൽ കരിക്കാടി, കർക്കിടകത്തിൽ കരിക്കാടി. സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിൽ ഒരു ബന്ധവുമില്ല. എന്തുണ്ട് സൊല്യൂഷൻ? തൊട്ടിൽ കിടക്കുന്ന കുട്ടിയിൽ പ്രതീക്ഷ അർപ്പിച്ചിട്ട് പറയാ, മോനെ ഒന്നുറങ്ങൂ ഒന്നുറങ്ങൂ, പൊന്നുഷസ് കണി കണ്ടുണരാൻ. ഒന്നുറങ്ങൂ, ഒരു പുതിയ പ്രഭാതം കണി കണ്ടുണരാൻ. മോനെ നീ നന്നായി ഉറങ്ങുന്നു പറഞ്ഞ് ഉണർന്ന അവര് പൊരുതിയത് കൊണ്ടാ നമുക്ക് നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു നാഴീടങ്ങഴി മണ്ണുണ്ട് എന്ന് ധൈര്യത്തിൽ പാട്ടുപാടാൻ. അതിൽ നാരായണക്കിളി കൂടുപോലുള്ളൊരു 4 കാൽ ഓല പൊരയല്ല, നല്ല ബാർപ്പിന്റെ വീടുണ്ടെന്ന് പറയാൻ, എനിക്ക് വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയാൻ കഴിയുന്നത് അവരന്ന് പൊന്നുഷസ് കണി കണ്ടുണരാൻ ഉറങ്ങിയുണർന്നവരാണ്. ആ പൊന്നുഷസ് നമ്മുടെ മനസ്സിലുണ്ടാക്കണ്ടേ? അതുണ്ടാക്കാതെ ബാഹ്യമായ വളർച്ച മാത്രം നോക്കിയിട്ട് അവരാപത്തു കാലത്ത് തൈവത്ത് വെച്ചത് കൊണ്ടാ നമ്മൾ ഇന്ന് സമ്പത്ത് കാലത്ത് കാപത്ത് തിന്നുന്നത്. ഇന്ന് സമ്പത്ത് കാലത്ത് നമ്മൾ തൈവത്ത് വെക്കാതെ അടുത്ത തലമുറയിലെ കുട്ടികൾ ആപത്ത് കാലത്തേക്ക് പോകും. അതറിയണം ഈ വായനശാല, ഈ ഗ്രാമത്തിലുള്ള ആളുകൾ അറിയണം. അങ്ങനെ അറിഞ്ഞ് നമ്മുടെ ആന്തരികമായ വെളിച്ചം വളർത്താൻ കൊച്ചു കൊച്ചു കഥകൾ, കവിതകൾ, കുട്ടികളല്ലേ എത്ര നല്ല കവിതകളാണ് എഴുതുന്നറിയും. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി 1058 പുസ്തകങ്ങൾ ഗിന്നസ് ബുക്ക് റെക്കോർഡ്സിൽ വന്നു. 1058 പുസ്തകങ്ങൾ ഒന്നിച്ച് പ്രകാശനം ചെയ്തു. 50,000 കുട്ടികൾ എഴുതിയ പുസ്തകങ്ങൾ. ഞാനിപ്പോൾ ഇടക്കിടക്ക് ആ പുസ്തകങ്ങൾ ഓരോന്ന് എടുത്തു കൊണ്ടുപോയിട്ട് മറിച്ച് നോക്കുക. ആ പുസ്തകങ്ങളിൽ നിങ്ങൾ അറിയണം, ആ പുസ്തകങ്ങളിൽ കുറേ പൂമ്പാറ്റേ കവിതയെ തുമ്പി എന്നെല്ലാം തന്നെയുള്ളൂ. ചില അത്ഭുതങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചൊരു കവിത എന്നെ അത്ഭുതപ്പെടുത്തി. ആ കവിത ഇതാണ്. ഒരു പൂവ്, ഒരു 6ാം ക്ലാസ്സിലെ കുട്ടി എഴുതിയതാണ്. ഒരു പൂവ്, ഒറ്റ നാട്ടിലും ഇല്ലാത്ത പൂവ്, ആരും കാണാത്ത പൂവ്, കള്ളന്മാർ നട്ടുവളർത്തിയ പൂവ്. ആ പൂവ് ഒരു പോലീസുകാരൻ മോഷ്ടിച്ചെടുത്തു.
അപ്പോൾ കള്ളന്മാരവിടെ ഉണ്ടായിരുന്നില്ല. അവർ പോലീസുകാരുടെ യൂണിഫോം മോഷ്ടിക്കാൻ പോയിരിക്കുകയായിരുന്നു. വിക്ടർ ഹ്യൂഗോവിന്റെ പാവങ്ങൾ എന്ന നോവലിന്റെ ആശയത്തോട് കിടനിൽക്കുന്ന ഒരു കവിതയാണത്. നല്ല കവിതകൾ ഇപ്പോൾ എഴുതുന്നുണ്ട്. ടി പത്മനാഭൻ പറയും പോലെ ഇന്നാരും കവിത എഴുതുന്നില്ല എന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ ആരും വായിക്കാത്തതുകൊണ്ടാണ്. പണ്ടും നല്ലതുണ്ട്, ഇന്നും നല്ലതുണ്ട്. പണ്ടും മോശമുണ്ട്, ഇന്നും മോശമുണ്ട്. പണ്ടത്തെ നല്ലതിനെയും പുതിയതിനെ നന്മയെയും കൂട്ടിച്ചേർക്കുന്നതിനാണ് സംസ്കാരം എന്ന് പറയുക. പക്ഷെ ഇപ്പൊ ചേരുന്നത് പണ്ടത്തെ തിന്മകളും പുതിയ കാലത്തെ തിന്മകളും ഭയങ്കര ഐക്യമുന്നണിയാ. പക്ഷെ പണ്ടത്തെ നന്മയും പുതിയ നന്മയും കണ്ടാ മിണ്ടുന്നില്ല, കൈകൾ കൊടുക്കുന്നില്ല. അതാണ് നമ്മുടെ നാട് നശിക്കുന്നത്. അതുകൊണ്ട് പണ്ടത്തെ നന്മകളെയും പുതിയ നന്മകളെയും നമുക്ക് കണക്ട് ചെയ്യാൻ നമ്മുടെ പഴയ നല്ലതും പുതിയ നല്ലതുമായ പുസ്തകങ്ങൾ വായിക്കുക. സംസ്കാരം ഉള്ള ഒരു തലമുറയായി മാറുക. വേലറിക്കുമ്പം പറയൂ എന്തൊരു വെയില്, മഴ പെയ്യുമ്പം പറയൂ എന്തൊരു മഴ. പിന്നെ എന്തെന്നാ വേണ്ട? മഴയും പറ്റൂല, വെയിലും പറ്റൂല. അതുകൊണ്ട് നമ്മൾ പ്രകൃതിയോട് അസഹിഷ്ണുത കാണിക്കാതെ നമ്മൾ അതിനനുസരിച്ച് നമ്മളെ മാറ്റാൻ നമ്മൾ തയ്യാറാവണം. നമ്മളെ മാറ്റണമെങ്കിൽ നമ്മൾ ആന്തരികവും ബാഹ്യവുമായി മാറണം. ബാഹ്യമായി നമ്മളെ മാറ്റാൻ നമുക്ക് പ്രകൃതിയോടൊത്ത് കൃഷി ചെയ്തിട്ടും ഭക്ഷണം കഴിച്ചിട്ടും ഉറങ്ങിയിട്ടും ഏതൊരു മൃഗാദി ജന്തുക്കളെ പോലെ ജൈവികമായ പ്രക്രിയകൾ ചെയ്യണം. പക്ഷെ ആന്തരികമായി നമ്മൾ മാറുന്നില്ലെങ്കിൽ നമ്മൾ മനുഷ്യരല്ല. ലോകം തുടങ്ങിയെടുത്ത് നിൽക്കുന്നുണ്ടാകും നമ്മൾ മാറാൻ തയ്യാറായിട്ടില്ലെങ്കിൽ. മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം എന്താ? മനുഷ്യൻ നവനവങ്ങളായി തൻ്റെ ജീവിതത്തെയും സ്വഭാവത്തെയും ചിന്തയെയും പുതുക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് മനുഷ്യനാവുന്നത്. അച്ഛനും അമ്മയും മനുഷ്യനായതുകൊണ്ട് മാത്രം നമ്മൾ മനുഷ്യരാവില്ല. മനുഷ്യൻ എന്നതൊരു പാസ്റ്റ് ടെൻസ് അല്ല, അതൊരു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇന്ന് നിങ്ങൾ അത് പുതുക്കിയിട്ടില്ലെങ്കിൽ ഇന്ന് നിങ്ങൾ മനുഷ്യരല്ല എന്നർത്ഥം. പണ്ടൊരിക്കൽ കുടുംബശ്രീയിൽ മെമ്പർഷിപ്പ് എടുത്തു എന്നതുകൊണ്ട് എല്ലാ കാലത്തും കുടുംബശ്രീയിൽ മെമ്പർഷിപ്പ് കിട്ടൂല. എല്ലാ ഞായറാഴ്ചയും പോവുകയും പുതുക്കുകയും പൈസ വെക്കുകയും ചെയ്യണം, എന്നാലേ കുടുംബശ്രീയിൽ അംഗത്വം തുടരാൻ പറ്റൂ. അതുപോലെ പണ്ട് എന്നെ പ്രസവിച്ചത് അമ്മ ഒരു മനുഷ്യ സ്ത്രീയും അച്ഛൻ ഒരു മനുഷ്യനുമായിരുന്നു എന്നതുകൊണ്ട് നിങ്ങൾ എല്ലാ കാലത്തും മനുഷ്യരാവില്ല. ഹിറ്റ്ലറുടെ കാലത്ത് എന്ത് മനുഷ്യാവകാശ ലംഘനവും നടത്താമായിരുന്നു. ഗ്യാസ് ചേമ്പറിലിട്ടിട്ട് ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നുകളഞ്ഞിരുന്നു. അന്നൊരു സംഭവം ഉണ്ടായി. ഒരു കുട്ടി ജനിച്ച ഉടനെ ആ കുട്ടിയെ അച്ഛനും അമ്മയിൽ നിന്നും വെളിച്ചത്തിൽ നിന്നും ശബ്ദത്തിൽ നിന്നും വേർപെടുത്തി ഇരുട്ടുമുറിയിൽ അടച്ചു. ആ കുട്ടിക്ക് ഭക്ഷണവും മരുന്നും മാത്രം കൊടുത്തു. അച്ഛനെ കണ്ടിട്ടില്ല, അമ്മയെ കണ്ടിട്ടില്ല, താരാട്ട് പാട്ട് കേട്ടിട്ടില്ല, കിളികളുടെ നാദം കേട്ടിട്ടില്ല, ഉദിച്ചു വരുന്ന സൂര്യപ്രകാശത്തിന്റെ അതിസുന്ദരമായ പ്രഭാതം കണ്ടിട്ടില്ല, അസ്തമിക്കുന്ന സന്ധ്യയുടെ സന്ധ്യാരാഗം കണ്ടിട്ടില്ല, ഈ ലോകത്തിന്റെ ശാദ്വല ഭൂമികൾ കണ്ടിട്ടില്ല, ആർദ്രത കണ്ടിട്ടില്ല, അനുഭൂതി എന്തെന്നറിയില്ല. ഭക്ഷണം മാത്രം കഴിച്ചു. 15 വയസ്സായപ്പോൾ ആ കുട്ടിയെ പുറത്തു വിട്ടു. ഈ ലോകം കണ്ട ഏറ്റവും വലിയ ഭീകര ജന്തുവിനേക്കാൾ ഭീകരനായിട്ട് ആ കുട്ടി വെളിച്ചം കാണുമ്പോൾ ഭയന്നൂടുകയും ആളുകളെ കണ്ടുമ്പോൾ കടിച്ചു പറിക്കുകയും ചെയ്യുന്ന ഒരു ഭീകര ജന്തുവായിട്ട് അവനെ വെടിവെച്ച് കൊല്ലേണ്ടി വന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ അച്ഛനും അമ്മയും മനുഷ്യരായതുകൊണ്ട് നമ്മൾ മനുഷ്യരാവില്ല. ഇന്ന് നിങ്ങൾ മനുഷ്യനാവാൻ എന്താ ചെയ്തത്? ഇന്ന് മഴയല്ലേ എന്ന് പറഞ്ഞിട്ട് കുറേ ആൾ വരാത്ത ആളുണ്ട്. അവർക്കാണ് ഈ കസേര ഒഴിച്ചു വെച്ചത്. എന്തെന്നാ അപ്പോൾ മഴയല്ലേ? വീട്ടിൽ നിന്ന് പുറത്തു പോകാതിരിക്കാൻ എന്തെങ്കിലും കാരണം കണ്ടെത്തുന്ന കുറേ ടീമുണ്ട്. പോകാതിരിക്കാൻ കാരണം കണ്ടെത്തും. അവർക്ക് ഇന്ന് വീട്ടിലിരുന്ന് കുത്തിരുന്നിട്ട് എന്ത് പറമ്പ് കിട്ടിയോ? അരേക്കറ പറമ്പ് കിട്ടിയോ? ഇവിടെ വന്നിരുന്നവരെല്ലാം ഇന്ന് മനുഷ്യരായി. എന്തുകൊണ്ട്? എൻ്റെ പ്രസംഗം കേട്ടത് കൊണ്ടല്ല. നിങ്ങൾ ഒരുപാട് കുട്ടികളുടെ പാട്ടുകൾ കേട്ടു, നൃത്തം കണ്ടു, ചലനം കണ്ടു, അവരുടെ സർഗാത്മകത കണ്ടു. അത് കണ്ടിട്ട് നിങ്ങൾ കൈയടിച്ചു, ആസ്വദിച്ചു. ഒരു പശുവിനും പട്ടിക്കും പൂച്ചക്കും ഇങ്ങനെ വന്നിരുന്നിട്ട് ആസ്വദിക്കാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ വന്നിരുന്ന് ആസ്വദിച്ചവർ മനുഷ്യരായി. പശുവും പട്ടിയും പൂച്ചയും ആലയെ കിടന്നുറങ്ങും. അപ്പൊ കിടന്നുറങ്ങിയവരാരായി?
മനസ്സിലാക്കുക. മനുഷ്യനാവണം. എങ്ങനെയാ മനുഷ്യനാവുക? മനുഷ്യനാവുന്നത് ആന്തരികമായ വികാസം കൊണ്ടാണ്. മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിനും 10 ലക്ഷം വർഷം മുമ്പ് ആനകൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. അത് നല്ല തടിയും മണ്ണും ഉണ്ടായിരുന്നു. എന്നിട്ടും ആ ആനയ്ക്കൊരു വികാസവും ഇല്ലല്ലോ. അന്നും ഇന്നും എന്നും ഒരുപോലെ ജീവിക്കുന്നു ആന. ഒരു ട്രൗസർ ഉടുക്കാൻ അതിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞോ? ഇല്ല. എന്നാൽ നമ്മളുടെ ബാല്യം, എൻ്റെ ബാല്യവും ഇപ്പോഴത്തെ കുട്ടികളെ ബാല്യവും നോക്കൂ, എന്ത് മാറ്റമുണ്ട്. ഇപ്പം ഞാൻ കുട്ടികളെ നോക്കുമ്പോൾ എന്ത് സ്റ്റൈലന്മാരവർ. ഇന്നത്തെ കുട്ടികൾ എന്ത് സുന്ദരന്മാരും സുന്ദരികളുമാണെന്നറിയോ. ഇപ്പോൾ കാലഘട്ടം മാറുമ്പോൾ ആളുകൾക്ക് ഈ സംസ്കാരം വളരുമ്പോൾ സൗന്ദര്യവും വളരും കേട്ടോ. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പിരിയാൻ പോകുന്ന മാഷ് എന്ന് പറഞ്ഞാൽ നരച്ച് പുളിച്ച് തൊണ്ടനും തൊണ്ടിയായിട്ടുണ്ടാവും. ഇപ്പം പിരിയാൻ പോകുന്ന ടീച്ചറി മാഷ് നോക്കിയാട്ടെ, ഒരു മാട്രിമോണിയിൽ കൊടുത്താൽ 100 പ്രൊപ്പോസൽ കിട്ടും. അങ്ങനത്തെ ചെറുപ്പമാണ് പിരിയാൻ പോകുന്ന മാഷന്മാരും. സംസ്കാരം വളരുമ്പോഴും സാമ്പത്തിക ശേഷി വളരുമ്പോഴും സൗന്ദര്യവും വർദ്ധിക്കുന്നുണ്ടെന്ന് ഞാൻ നടത്തിയൊരു നിരീക്ഷണമാണ്. നമ്മുടെ കുട്ടികളെല്ലാം എങ്ങനെയാണ് ഇത്ര സുന്ദരന്മാരും സുന്ദരികളുമായ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് മേക്കപ്പ് ചെയ്തിട്ടാണോ? അല്ല. എൻ്റെ ബാല്യത്തിൽ എൻ്റെ നാട്ടിലെ കുട്ടികളുടെ കോലം സ്കൂൾ കൂട്ടിയാൽ കുപ്പായിട്ട് നടക്കുന്ന ഒരു കുട്ടി എൻ്റെ നാട്ടിലുണ്ടായിരുന്നില്ല. എല്ലാം ഒരു ബള്ളി ട്രൗസർ ഉണ്ടാവും, ഉടുക്കൊന്നും ഉണ്ടാവില്ല. ഈ ബള്ളി ഇങ്ങനെ ചോലുമ്പോൾ നടക്കിടക്ക് വിരിപ്പോവും. അന്നേരം ബാരലിട്ടിട്ട് നേരെയാക്കിയിട്ട് നാരദം തമ്പൂര് മീറ്റി പോലെ ഇങ്ങനെയാക്കി ഓടുക. അന്ന് വിസ്മയ പാർക്കും ഇല്ല, വീഗാലാൻഡും ഇല്ല. ചെരിഞ്ഞ പുറത്തി കൊമ്പ് നൂരല്ല നമ്മളെ വീഗാലാൻഡ്. ആ പുറത്തിൻ്റെ പൊളുക്ക കുടുങ്ങിയിട്ട് ട്രൗസർ കയറും ബാക്ക്. പാളയിൽ നിന്ന് വലിക്കല, ചരട് കുടുങ്ങിയിട്ട് പാളയും കയറും ട്രൗസറും കയറും. വീട്ടിൽ ആരെങ്കിലും വന്നാൽ സ്റ്റാൻഡേർഡൈസ് ആയിട്ട് നിൽക്കും, ഓട്ടപൊത്തണ്ടേ. അന്ന് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ആദ്യം പഠിച്ച അക്കം 11 എന്നുള്ള അക്കമാണ്. പക്ഷെ കൈകൊണ്ടല്ല എഴുതുക, മൂക്കൊണ്ട. ജലദോഷം ഉള്ള പിള്ളേരെല്ലാം മൂക്കൊണ്ട് 11 എഴുതും. കേട്ടില്ല? മൂക്കൊന്ന് 11 ഇറങ്ങി വരും. കണ്ടില്ലേ? മനസ്സിലാക്കി തിരിയണ്ടാക്കി തിരിഞ്ഞിട്ടുണ്ടാവും. മൂക്കൊണ്ട് എങ്ങനെയാണ് വൈകുന്നതെന്ന് എഴുതുക. അപ്പൊ കൈകൊണ്ട് ഒരൊരുത്തൻ ഇവിടെ ഉണ്ടാവും. അച്ചിന് വലിയ പോലത്തെ ഒരു കല. കുടല് വലിയ കുടലുണ്ടാവും. ഭക്ഷണം കഴിച്ചിട്ടല്ല, ഗ്രഹണി പിടിച്ചിട്ട് ചുമരുന്ന് കിണ്ണം ചാരിയ പോലത്തെ കുടൽ. അങ്ങനെയുള്ള ഒരു കുട്ടീനെ ഇന്ന് കാണാൻ പറ്റുമോ? ഞാൻ കണ്ടു. 4-5 മാസം മുമ്പ് നിങ്ങൾ ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീജിനിയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയും ഞങ്ങളെല്ലാവരും കൂടി ആസാമിൽ പോയി. അവിടുത്തെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോൾ അന്ന് 1970കളിൽ നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ കോലത്തിലുള്ള കുട്ടികൾ അവിടുത്തെ ഗ്രാമങ്ങളിലെല്ലാം ഞങ്ങൾ കണ്ടു. എന്ന് പറഞ്ഞാൽ നമ്മളെക്കാൾ 40-50 വർഷം പിറകിലാണ് ആ ഗ്രാമം എന്നതിൻ്റെ അർത്ഥം. നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ഈ കേരളത്തിൽ ഇതെല്ലാം അനുഭവിച്ചിട്ട് എല്ലിൻ്റെ ഉള്ളിൽ കുത്തിയിട്ട് പലതും പറയുന്നവർ മനസ്സിലാക്കണം. ഈ കേരളത്തിലുള്ള ജീവിക്കാൻ അവസരം കിട്ടിയതിൻ്റെ പ്രത്യേകത. ആ നാട് നമ്മൾ വളർന്നത് എങ്ങനെയാ വളർന്നത് അറിവിൻ്റെ വികേന്ദ്രീകരണം കൊണ്ടാണ്. അറിവിൻ്റെ വികേന്ദ്രീകരണം ആദ്യത്തെ സ്റ്റെപ്പാണ്. അധികാര വികേന്ദ്രീകരണം മറ്റൊക്കെ പിന്നെയാ. അറിവിൻ്റെ വികേന്ദ്രീകരണം എങ്ങനെ സംഭവിച്ചു? വായനശാലകളിലൂടെയാണ്, അക്ഷരങ്ങളിലൂടെയാണ്. ഈ അക്ഷരമെന്ന് പറയുന്നത് ഒരു അത്ഭുത പ്രതിഭാസമാണ്. ഞാനിപ്പോൾ പറയുന്ന വാക്കുകളെല്ലാം അപ്പം തന്നെ മരിച്ചു വീടില്ലേ? ഇപ്പൊ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് അവിടെ കിട്ടി. അതിപ്പോൾ അടുത്ത കാലത്ത് വന്ന സാങ്കേതിക വിദ്യ. നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ പറഞ്ഞതും ചൊല്ലിയതും പാടിയതുമെല്ലാം എക്കോ ആയിട്ട് ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നില്ല, അപ്പൊ തന്നെ ഇല്ലാതാകും. ശബ്ദത്തിന്റെ പരിമിതി അത് കാലത്തെയും ദേശത്തെയും അതിലംഘിക്കില്ല. കുറ്റ്യാട്ടൂരിൽ ഞാൻ പ്രസംഗിക്കുന്നത് ചിറ്റാരിപ്പറമ്പിൽ എൻ്റെ വീട്ടിൽ കേൾക്കൂലല്ലോ. സ്ഥലപരിമിതമാണ് കാലം, ശബ്ദം കാലപരിമിതമാണ് ശബ്ദം. ആ സമയത്ത് മാത്രമേ കേൾക്കൂ. പക്ഷെ നമ്മുടെ മനസ്സിലുള്ള സന്തോഷവും സങ്കടവും ആശയവും അഭിപ്രായങ്ങളും എല്ലാ ലോകത്തുള്ള മനുഷ്യരിലെത്തിക്കാൻ, എല്ലാ കാലത്തിലുമുള്ളവരിൽ എത്തിക്കാൻ എന്തുണ്ട് മാർഗം എന്നന്വേഷിച്ച് അന്നത്തെ പ്രാകൃത മനുഷ്യർ നടന്നു. ആ നടക്കുമ്പോഴാണ് അവന്റെ മുന്നിൽ ഒരു പക്ഷി ഒരു തൂവലിട്ട് കൊടുത്തത്. ആ തൂവലെടുത്തിട്ട് അവൻ ചോദിക്കുക, എന്തിനാവോ ഏതിനാവോ
ഈ എന്തിനാവോ ഏതിനാവോ എന്നുള്ള വാക്കില്ല. വാക്കുണ്ടാകുന്നതിന് മുമ്പ് ആശയമുണ്ടല്ലോ. പ്രസവം എന്ന വാക്കുണ്ടാകുന്നതിന് മുമ്പ് ആരും പ്രസവിച്ചിട്ടില്ലേ? വേദന എന്ന വാക്കുണ്ടാകുന്നതിന് മുമ്പ് വേദന ഉണ്ടായിരുന്നില്ലേ? വാക്കല്ല, ആ വാക്കിന്റെ കാര്യമാണ് ആദ്യം ഉണ്ടാവുന്നത്, പിന്നെ അതിന് വാക്ക് കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പൊ അവന്റെ ഭാവനയിൽ എന്തിനാണ് ഈ തൂവൽ എനിക്ക് തന്നത് എന്നാണ് ചോദ്യം. അപ്പൊ പക്ഷി ചിറകടിച്ച് ചിലക്കുമ്പോ ഇവന് തോന്നുന്നു അത് തന്നോട് സംസാരിക്കുകയാണ്. എന്താ സംസാരിക്കുന്നത്? നിന്റെ ഉള്ളിലുള്ള നീ പറയുന്നതും നീ കേൾക്കുന്നതുമായ കാര്യങ്ങൾ എഴുതി വെക്കാനുള്ള തൂലികയാണ് ഞാൻ തന്നത്. തൂലികയാണത്. അതിന് തൂലിക മഷിയിൽ മുക്കണ്ടേ? അതിന് മഷി എവിടെ? അപ്പൊ കദളിച്ചെടി കാറ്റത്ത് ഇലകളിങ്ങനെ അനക്കുമ്പോ തന്നെ മാടി വിളിച്ചതാന്നാ വിചാരിച്ചത്. കദളിച്ചെടി പറഞ്ഞു, എന്റെ കായ പിഴിഞ്ഞെടുത്തോളൂ, അതിൽ മുക്കി എഴുതിക്കോ. കറുത്ത കായ. ഇപ്പൊ മഷി കിട്ടി. ഇനി എഴുതാൻ കടലാസ് ഉണ്ടോ? കടലാസില്ല. അപ്പൊ പൂതണക്ക് എന്ന് പറഞ്ഞൊരു മരം പറഞ്ഞു, എന്റെ തൊലി, പൂതണക്കിന്റെ തൊലി കിഴങ്ങിന്റെ തൊലി പോലെ പലയാട്ടി പൊളിച്ചെടുക്കാം. അത് പൊളിച്ചെടുത്തിട്ട് ഉണക്കിയിട്ട് അതിൽ എഴുതിക്കോ. അതാണ് ലോകത്തിലെ ആദ്യത്തെ കടലാസ്. അതിന് അന്ന് പൂതണക്കിന് സംസ്കൃതത്തിൽ പറയാ ഭൂർജവൃക്ഷം എന്നാണ്. അതുകൊണ്ട് പൂതണക്കിന്റെ തൊലിക്ക് ഭൂർജപത്രം എന്ന് പറയും. കാളിദാസൻ തന്റെ നാടകങ്ങളെല്ലാം എഴുതിയത് ഭൂർജപത്രത്തിലാണ്. അപ്പൊ ഭൂർജപത്രം കടലാസ് കിട്ടി, പക്ഷി കൊടുത്ത തൂവലാകുന്ന തൂലിക കിട്ടി, കദളിച്ചെടിയുടെ കായ പിഴിഞ്ഞെടുത്ത മഷി കിട്ടി. അടുത്ത ചോദ്യം, എന്താ എഴുതണ്ടേ? ആശയം വേണ്ടേ? ചിറകിൽ നിന്നൊരു തൂവലൻ മുന്നിലിട്ടുപോയൊരു പക്ഷി, ഇതു നീ എടുത്തുകൊള്ളുക. കദളിപ്പൂച്ചെടിയതിൻ കായ്മണികൾ നീട്ടി, ഇതിലെഴും ചായമെടുത്തുകൊള്ളുക. ഒരു ഭൂർജ തരുവോതി എൻ സ്നിഗ്ധ ചർമ്മത്തിൻ ചിന്തീതാ നീ എടുത്തുകൊള്ളുക. പറയൂ, ഞാൻ എന്തേ കുറിച്ചു തരേണ്ടതെന്നറിയാതെ ചോദിച്ചു പോയ നേരം ഉത്തരം കേട്ടു കുറിച്ചു വയ്ക്കൂ ഞങ്ങൾക്കിത്തിരി സ്നേഹത്തിൻ അക്ഷരങ്ങൾ. ഉത്തരം കേട്ടു കുറിച്ചു വയ്ക്കൂ ഞങ്ങൾക്കിത്തിരി സ്നേഹത്തിൻ അക്ഷരങ്ങൾ. ONV കുറുപ്പിന്റെ ഒരു കവിതയിലെ വരികയാണ്. അക്ഷരങ്ങൾ ആശയത്തെ ആവാഹിച്ചു കൊണ്ടുപോയിരിക്കുന്ന പ്രതീകങ്ങളാണ്. എല്ലാ പ്രതീകങ്ങളിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. ദൈവത്തെ പോലും നമ്മൾ പ്രതീകവൽക്കരിക്കുകയല്ലേ? വിഷ്ണു എന്ന വാക്ക് എന്താണ്? അതിന്റെ അർത്ഥം ആർക്കെങ്കിലും അറിയാവോ? വിഷ്ണു എന്ന വാക്കിന്റെ അർത്ഥം ആരെങ്കിലും ഭക്തന്മാര്, വിഷ്ണു ഭക്തന്മാരാരെങ്കിലും വിഷ്ണു എന്ന വാക്കിന്റെ അർത്ഥം പറഞ്ഞാണ് 1000 ഉറുപ്പ്യ ഇപ്പൊ തരും. ആർക്കെങ്കിലും അറിയാവോ? ശിവൻ, വിഷ്ണു, ഗണപതി എന്നൊക്കെയുള്ള ദൈവങ്ങളുടെ പേര് പോലും വലിയൊരാശയത്തിന്റെ പ്രതീകമാണ്. വിഗ്രഹം അതാണോ ദൈവം? അല്ല, അതൊരു പ്രതീകമാണ്. അഗ്നിർദേവോദിജാതീനാം മുനീനാം ഹൃദിദൈവതം പ്രതിമാമപ്രബോധീനാം സർവത്ര സമദർശിനാം എന്നൊരു ചൊല്ലി കേട്ടിട്ടുണ്ടോ? ബ്രാഹ്മണർക്ക് അഗ്നിയിലാണ് ദൈവം. അവർക്ക് നമ്മൾ ഈ അഭിഷേകമൊക്കെ നടത്തുന്നത് നമുക്ക് വേണ്ടിയാണ്. അവരുടെ സ്വന്തം പൂജ ഹോമകുണ്ടത്തിലാണ്, തീയിലാണ് അവരുടെ ദൈവം. മുനിമാർക്ക് ഹൃദയത്തിലാണ് ദൈവം, അവരമ്പലത്തിലൊന്നും പോവില്ല. പ്രതിമാമപ്രബോധീന, വിവരമില്ലാത്താക്ക് പ്രതിമയിലാ ദൈവം എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ മനസ്സിലാവാത്താക്ക് സ്കൂളിൽ നിന്ന് കെമിസ്ട്രി എടുക്കുന്ന ടീച്ചർ ലാബിലൊന്നും കൊണ്ടുപോകാണ്ട് ബെല്ല് കാണിച്ചിട്ട് പറയൂലേ, ഇതൊരു ടെസ്റ്റ് ട്യൂബാണെന്ന് വിചാരിക്കുക, അതിൽ സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചു എന്ന് വിചാരിക്കുക, അതിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇട്ടു എന്ന് വിചാരിക്കുക, എന്ത് രാസമാറ്റം സംഭവിക്കുമെന്ന് കാലക്കേടിന് എന്നോട് ചോദിച്ചു. എനിക്ക് ഉത്തരം കിട്ടുന്നില്ല. എന്നിട്ട് ഞാൻ ഉത്തരം പറഞ്ഞു. അപ്പാടെ എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. ഉത്തരം പറഞ്ഞിട്ട് എൻ്റെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. നാളെ അച്ഛനെയും കൂട്ടി വന്നോട്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഉത്തരം പറഞ്ഞു എന്ന് വിചാരിക്കുകയെന്നാണ്. അതും കൂടി അങ്ങ് വിചാരിച്ച പോലെ. എല്ലാം വിചാരമാണ്. ടെസ്റ്റ് ട്യൂബിന്റെ പ്രതീകമായി വിരല് പോലെ ഒരു കല്ലോ ചിത്രമോ ദൈവത്തിന്റെ പ്രതീകമാകുന്നത് പോലെ മഹത്തായ ഒരു ആശയത്തിന്റെ മനുഷ്യന്റെ വികാസ പ്രക്രിയ വികസിക്കാനും വിജയിക്കുവാനും ആഗ്രഹിക്കുന്ന ബോധമുണ്ടാക്കുന്നവനെയാണ് വിഷ്ണു എന്ന് പറയുക. മനസ്സിലായോ? ജിഷ്ണുവും വിഷ്ണുവും തമ്മിലുള്ള വ്യത്യാസം അറിയാവോ?
ഇപ്പം SLC +2 ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായില്ലേ? കട്ട് ജയിക്കണമെന്ന് മാത്രം ആഗ്രഹിക്കുന്നവൻ ജിഷ്ണുവാണ്. എന്നാൽ ഫുൾ A+ കിട്ടണം, വിശേഷപ്പെട്ട വിജയം ആഗ്രഹിക്കുന്നവൻ വിഷ്ണുവാണ്. മനസ്സിലായോ? ജിഷ്ണുവും വിഷ്ണുവും തമ്മിലുള്ള വ്യത്യാസം ഇപ്പം എന്താ വിഷ്ണു എന്ന് മനസ്സിലായോ? പക്ഷെ നമ്മുടെ രാജ്യം തകർന്നു പോയത് ഈ വിഷ്ണുവിൻ്റെ അർത്ഥമറിയാതെ ദൈവത്തിലെ പ്രാർത്ഥിച്ചാൽ ദൈവം അല്ലെങ്കിൽ കൊണ്ടുത്തരും എന്ന് വിചാരിച്ചു പോയി. ഞാനിവിടെ വരുമ്പോൾ ഒരു ഡാൻസിൻ്റെ പാട്ട് ഞാൻ കേട്ടു. നല്ല ഡാൻസായിരുന്നു, നല്ല പാട്ടുമാണ്. പക്ഷെ ആ പാട്ടിൻ്റെ ആശയത്തെ ഞാൻ എതിർക്കുന്നു. മുകുന്ദ മുകുന്ദ കൃഷ്ണ മുകുന്ദ മുകുന്ദ വരന്ത വരന്ത വൃന്ദാവനന്ദ വനന്ദ. വരം വേണം. ഈ വരം കാലിൻ്റെ മടമ്പ് കൊണ്ടുപോയിട്ട് കൊറോമിൽ വെച്ചിട്ട് ഇങ്ങനെ നിന്നാൽ അപ്പാട് ദൈവം ഇങ്ങ് കൊണ്ടുത്തരും. ദൈവം വരം തരുമെന്ന് വിചാരിച്ചിട്ട് നേർച്ച കൊടുത്തിട്ടും പ്രാർത്ഥിച്ചിട്ടും നടന്നിട്ടാണ് നമ്മുടെ രാജ്യം തകർന്നു പോയത്. അറിയണം, നമ്മുടെ രാജ്യം പറഞ്ഞ എത്ര നല്ല പുസ്തകങ്ങൾ എഴുതിയ നാടാണ്. മഹാഭാരതം എത്ര ലക്ഷം ശ്ലോകങ്ങളാ, എത്ര കഥാപാത്രങ്ങളാ. ആകെ 2 മക്കൾക്ക് പേര് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചില ആള് നെട്ടോട്ടോട് നാട്ടിലാണ്. 3-4 ദിവസം മുമ്പ് എന്നെ എറണാകുളത്ത് നിന്ന് ഒരു പെണ്ണുങ്ങൾ വിളിച്ചിട്ട് 4-5 പേര്, ഈ പേരിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ അർത്ഥം പറയാൻ വേണ്ടിയിട്ട് മിഞ്ഞാന്ന് അങ്ങോട്ട് വിളിച്ച നേരം വേറൊരാണുങ്ങൾ എടുത്തിട്ട് പറഞ്ഞു, ഓള് ലേബർ റൂമിലുള്ളത്, പെറ്റിട്ടില്ല കുട്ടീനാ. അപ്പം ഇത് അർത്ഥം ചോദിക്കുന്ന ആൺകുട്ടിയില്ല, ഇവളെങ്ങനെയാ അറിയാം ഇത് ആൺകുട്ടിയോ പെൺകുട്ടിയോ? എന്നിട്ട് ചോദിച്ചാൽ പോരെ. ആകെ 2-3 ആളെ പേരിടാൻ വേണ്ടി കഷ്ടപ്പെടുക. എന്നാൽ ധൃതരാഷ്ട്രവും ഗാന്ധാരിയും 100 മക്കളെ പേരിട്ടില്ല. അറിയാമോ? ആലോചിച്ചോക്കട്ടാ, ഒരൊറ്റ പേര് ഒരുപോലത്തെ ആയിട്ടില്ല. ഇതുപോലത്തെ എത്ര പേരാണ്. രാമായണം, ഭാഗവതം, ഉപനിഷത്ത്, വേദം, വേദാന്തം ഇതൊക്കെ എഴുതിയ നാടല്ലേ നമ്മുടേത് അല്ലേ? ഭരതമുനിയുടെ നാട്യശാസ്ത്രം കൂടിയല്ലേ? വാത്സ്യായനന്റെ കാമശാസ്ത്രം കൂടിയല്ലേ? ആയുർവേദ ഗ്രന്ഥങ്ങൾ കൂടിയല്ലേ? ആയുർവേദം നിങ്ങളറിയോ? പുതിയ കാലത്തെ മരുന്ന്. ഞാനിപ്പോൾ പണ്ട് ഗവൺമെൻറ് ആസ്പത്രിയിൽ നിന്ന് കൊടുക്കുന്നൊരു മിക്സറില്ലേ, കുപ്പിയിലാക്കി കൊടുക്കുന്നൊരു മിക്സർ, അതും കുടിച്ചിട്ട് അതിൻ്റെ ബലത്തിലാണ് ഞാൻ തൊണ്ടവേന എടുത്തിട്ട് 2 ദിവസമായി വീട്ടിൽ കിടക്കുക. ഒച്ച ഒട്ടും പുറത്ത് വരുന്നില്ല. ഇവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ എങ്ങനെയോ വന്നു. അതാ എൻ്റെ ഒച്ച പാറപ്പുറത്ത് ചേർത്തിയവർക്കും വലിയില്ലേ. ആ മിക്സറിൻ്റെ കരുത്തിലാണ് ഞാനിപ്പോൾ പ്രസംഗിക്കുന്നത്. ആ മിക്സർ കുടിച്ചിട്ട് നോക്കുമ്പോൾ വിശന്നിട്ട് തരിച്ചൂടാ. 12:30 കുറച്ച് ചോറ് തിന്നിട്ട് 4 സ്ഥലത്ത് പോയിട്ടും ഒരു സാധനം ഇടുന്നും കിട്ടിയില്ല. നല്ല വിശപ്പുണ്ട്. അതുകൊണ്ട് അധികം പ്രസംഗിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് ആ മിക്സർ ഉണ്ടാക്കുന്ന, ഗുളിക ഉണ്ടാക്കുന്ന, ക്യാപ്സ്യൂൾ ഉണ്ടാക്കുന്ന സൂത്രം എല്ലാം വന്നിട്ട് വരുത്തുകാലായോ. മോഡേൺ മെഡിസിൻ, ഇംഗ്ലീഷ് മരുന്ന്. ആ ഇംഗ്ലീഷ് മരുന്ന് ഉണ്ടാക്കിയത് നമ്മുടെ ഈ രാസപ്രവർത്തനങ്ങളെ പറ്റി അറിയാൻ മെൻഡലിയഫിന്റെ പട്ടിക, 104 മൂലകങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കി. എന്താണ് സൾഫ്യൂരിക് ആസിഡ്, എന്താണ് സിട്രിക് ആസിഡ്, എന്താണ് ഓക്സിജൻ, എന്താ H2O, ഇതെല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം ലാബുകളിൽ പരീക്ഷണം നടത്തിയിട്ട്, ടെസ്റ്റ് ട്യൂബിൽ പരീക്ഷണം നടത്തിയിട്ടാണ് ഇത് ബാക്ടീരിയക്ക് പറ്റുമോ, ഫംഗസിന് പറ്റുമോ, വൈറസിന് പറ്റുമോ എന്ന് കണ്ടെത്തി വെളുത്ത എലികളിൽ പരീക്ഷിച്ചിട്ട് വിജയിച്ചതിന് ശേഷം മാത്രമാണ് നമ്മളത് മനുഷ്യരിൽ പ്രയോഗിച്ചത്. ഒരു രാസപദാർത്ഥവും കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നാട്ടിലുള്ള ഒരുപാട് ചെടികളുടെ, പുല്ലുകളുടെ ഇല, തണ്ട്, പൂവ്, കായ്, വേര്, തൊലി അത് ചവച്ചരച്ച് നോക്കിയിട്ട് അതിൻ്റെ ഗുണവും ദോഷവും, അത് അമ്ലഗുണോ ക്ഷാരഗുണോ എന്ന് കണ്ടെത്തിയിട്ട് അത് കഫത്തിന് പറ്റുമോ, അത് പിത്തത്തിന് പറ്റുമോ, വാദത്തിന് പറ്റുമോ എന്നും പറഞ്ഞിട്ട് ചരകനും സുശ്രുതനും സഞ്ജീവിനിയൊക്കെ ആയിരക്കണക്കിന് കഷായ കൂട്ടുകളുമാണ് അരിഷ്ടവും എഴുതി വെച്ച നാടല്ലേ ഇന്ന് നമ്മുടെ രാജ്യം. അതൊന്തൊരു ബുദ്ധിയാ. ഇത്രയും ബുദ്ധിയുള്ള നമ്മുടെ രാജ്യത്ത് ഒരു നോബൽ സമ്മാനം പ്രഖ്യാപിക്കുമ്പോൾ മഹാഭാരതത്തിന്റെ നാട്ടിലൊന്ന് കിട്ടാത്തന്തേ ചിന്തിച്ചിട്ടുണ്ടോ? ഭാരതത്തിൽ ആദ്യത്തെ നോബൽ സമ്മാനം കിട്ടിയ കൃതി ഏതാണെന്നറിയാവോ? ആർക്കൊന്നും അറിയാവോ? ഭാരതത്തിൽ ആദ്യത്തെ നോബൽ സമ്മാനം കിട്ടിയ സാഹിത്യ കൃതി ഏതാണ്? ആരെങ്കിലും ഒന്ന് വിളിച്ചു പറയൂ.
ഒരാൾക്കും അറിയില്ല. ഈ കുട്ടികളെല്ലാം ഈ PSCക്ക് വേണ്ടിയിട്ട് മരണക്കളി കളിക്കുന്നത്. അത്യാവശ്യം അറിയേണ്ട ഒന്നും പഠിക്കാണ്ട് എന്തെന്നായി പഠിക്കുന്നത്? ഭാരതത്തിൽ ആദ്യത്തെ നോബൽ സമ്മാനം കിട്ടിയ കൃതി ഗീതാഞ്ജലിയാ, രവീന്ദ്രനാഥ ടാഗോറിന്റെ. പോട്ടെ, ഏറ്റവും ഒടുവിൽ കിട്ടിയ കൃതി ഏതാണെന്നറിയാമോ? ഏറ്റവും ഒടുവിൽ നോബൽ സമ്മാനം കിട്ടിയ കൃതി ഏതാണെന്നറിയാവോ? അത് പറഞ്ഞ ആൾക്ക് ഞാനൊരു സമ്മാനം കൊടുക്കണം വിചാരിച്ചു. ഇല്ല അല്ലേ? അതും ഗീതാഞ്ജലി തന്നെയാ. വേറെ കിട്ടിയില്ല കേട്ടോ. എന്തുകൊണ്ടാണ് കിട്ടാത്തത്? ഉത്തരം വളരെ സിമ്പിളാ. നമ്മുടെ ഭാരതത്തിന്റെ അഭിമാനമായ ആ ഗീതാഞ്ജലി, വിദേശികളൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയും ഗീതാഞ്ജലിയുടെ നാട്ടുകാർ, ടാഗോറിന്റെ നാട്ടുകാർ. ആ ഗീതാഞ്ജലി വായിച്ച എത്ര ആളുടെ ഇവിടെ? ഒന്ന് കൈവന്നിച്ച ഉണ്ടാവില്ല എന്ന് ഞാൻ നേരത്തെ മനസ്സിലാക്കി. കാരണം അത് ആരും അറിയില്ലല്ലോ. ഒറ്റൊരാളാ വായിച്ചത്, 2 ആള് വായിച്ചു. എന്തുകൊണ്ടാ നമുക്ക് വേറെ കിട്ടാത്തതെന്ന് മനസ്സിലായോ? ഇത് നമ്മൾ വായിച്ചിട്ടില്ല. നമ്മൾ ആളുകൾ അതിൻ്റെ സുഖം, അതിൻ്റെ രസം അനുഭവിച്ചിട്ടില്ല. ഞാൻ പറയട്ടെ, ശബരിമലയിലും പളനിയിലും അയോധ്യയിലും ക്ഷേത്രങ്ങളിലും തീർത്ഥാടനത്തിന് പോകുന്നവർ ഞാൻ പറയട്ടെ, 1000 ക്ഷേത്രങ്ങളിൽ പോയാൽ കിട്ടാത്ത ആത്മീയതയുടെ അനുഭൂതി നുകരാൻ ഒറ്റ ഗീതാഞ്ജലി വായിച്ചാൽ മതി. പക്ഷെ അത് നമ്മൾ വായിച്ചിട്ടില്ല. നമുക്ക് ഉപരിപ്ലവമായ കാര്യം മതി, ആചാര അനുഷ്ഠാനങ്ങൾ മതി, അതിൻ്റെ ആന്തരികമായ സത്ത വേണ്ട. ഇതാ നമ്മുടെ പ്രശ്നം. നമ്മുടെ നാട്ടിൽ പണ്ട് ദൈവം ഇങ്ങനെ തരും അല്ലേ? ഇന്നലെ മിഞ്ഞാന്ന് SLC റിസൾട്ട് അല്ലേ? SLC റിസൾട്ടിന് ഞാൻ കൂത്തുപറമ്പിലേക്ക് വരിക. അപ്പോൾ കൈതേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു നീലക്കരിങ്കാളി അമ്പലമുണ്ട്. നല്ല ശക്തിയുള്ള ദൈവം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾ പോകുന്നുണ്ട് അവിടെ. അതിൻ്റെ മുമ്പിൽ ഭയങ്കര തിരക്ക്. അപ്പോൾ എന്താ പ്രത്യേകത ഇന്ന്? ഞാൻ അവിടുത്തെ വാദ്യക്കാരനെ വിളിച്ചു ചോദിച്ചു, ഇന്നെന്നാ പ്രത്യേകത? അപ്പോൾ അവൻ പറഞ്ഞു, SLC റിസൾട്ട് പരീക്ഷയിൽ ഒരുപാട് കുട്ടികൾ വന്നിട്ട് 50, 100, 500 ഇട്ടിട്ട് ഫുൾ A+ വേണം. അടുത്ത പ്രാർത്ഥനയുടെ പ്രത്യേകത അവിടെ കടലാസ് കുറിച്ച് കൊടുക്കും, എല്ലാവർക്കും ഫുൾ A+. ഞാനത് കേട്ടിട്ട് ഒറ്റ ചിരിയിരിച്ചു. അപ്പോൾ എൻ്റെ വണ്ടിയിൽ എൻ്റെ മോനുണ്ട്, ഓൻ +2ൻ്റെ റിസൾട്ടാണ് ഇന്നലെ അവന് കിട്ടിയത്. അപ്പോൾ അമ്മൻ ചോദിച്ചു, അച്ഛനെന്തിനെ ചിരിച്ചേ? ഞാൻ പറഞ്ഞു, നീലക്കരിങ്കാളിൻ്റെ അവസ്ഥ ആലോചിച്ച് ചിരിച്ച. എന്താ ഈ ആടെ പോയി 500 കൊടുത്തവനെല്ലാം SLC പരീക്ഷ പേപ്പർ 3 ആഴ്ച മുമ്പ് വാല്യുവേഷൻ കംപ്ലീറ്റ് ആയി. അതിലെ മാർക്ക് മുഴുവൻ കടലാസിൽ ടാബുലേഷൻ നടത്തി, അത് മുഴുവൻ കമ്പ്യൂട്ടറിൽ അടിച്ചു കയറ്റി അല്ലേ? അത് 3 ആൾ കംപ്ലീറ്റ് ചെക്ക് ചെയ്തു. തെറ്റുണ്ടോ? ഇതെല്ലാം റെഡിയായി. ഇന്ന് വൈകുന്നേരം 3 മണിക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി എൻ്റർ ബട്ടൺ അമർത്തിയാൽ അത് നെറ്റിൽ അപ്ലോഡ് ആവും. ലോകത്തെ ഏത് കോണുന്നവന് മാർക്ക് ലിസ്റ്റ് കിട്ടും. ഇവൻ കൊണ്ടുപോയിട്ട് 500 ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന 3 മണിക്ക് മുമ്പേ തിരുവനന്തപുരത്ത് എത്തണമെങ്കിൽ നീലക്കരിങ്കാളി വന്ദേ ഭാരത് പോണ്ടി വരും. ആടെ എത്തിയിട്ട് ഈ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ഇവൻ്റെ മാർക്ക് മാറ്റിയിട്ട് ഫുൾ A+ എത്തിച്ചു കൊടുക്കണ്ടേ? കുറവുണ്ടോ നോക്കിയിട്ട്. കമ്പ്യൂട്ടറിൻ്റെ അകത്ത് കയറണമെങ്കിൽ ഇതിൻ്റെ പാസ്വേഡ് അറിയണ്ടേ? അപ്പോൾ പാസ്വേഡ് ഇല്ലാതെ കമ്പ്യൂട്ടർ കയറാനുള്ള സൂത്ര ഹാക്കിങ്ങാണ്. ഹാക്കർമാർ എന്ന് പറഞ്ഞാൽ വിജ്ഞാനത്തെ കൊള്ളയടിക്കുന്നതിനാണ് ഹാക്കർ. പൈസയെ കൊള്ളയടിക്കുന്ന കള്ളന്മാരില്ലേ, വിജ്ഞാനത്തെ കൊള്ളയടിക്കുന്നവരാണ് ഹാക്കർമാർ. ഹാക്ക് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് കയറിയിട്ട് ഇവൻ ഏതെല്ലാം വിഷയത്തിലാ മാർക്ക് കുറവ് നോക്കി അതിന് ഗ്രേസ് മാർക്ക് ഇട്ടിട്ട് കൂട്ടിക്കൊടുക്കുന്ന ആളാണോ ദൈവം? ഇങ്ങനെ ധരിച്ചുപോയി. കഴിഞ്ഞ ഒരു 5-6 മാസം മുമ്പ് കോളയാട് ചുമട്ടുതൊഴിലാളി സെബാസ്റ്റ്യൻ ആത്മഹത്യ ചെയ്തു. നല്ല ചെറുപ്പക്കാരൻ, നന്നായി പണിയെടുക്കുന്നവൻ, കുടുംബത്തിൽ ഒരു കുഴപ്പമില്ല. എന്തിനാ ആത്മഹത്യ ചെയ്തെന്ന് ഒരു പിടിയില്ല. ഞാൻ പോയിട്ട് അന്വേഷിച്ചു. എനിക്ക് നല്ല അടുപ്പമുള്ള കുടുംബമാണ്. അവൻ്റെ കൂട്ടുകാരോട് ചോദിച്ചു, എന്താ വിഷയം? മോൻ ഒരാഴ്ചയായിട്ട് പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥനയോട് പ്രാർത്ഥനയാണ്. മെഴുതിരി കെട്ടുകണക്കിന് വാങ്ങും, എന്നിട്ട് കത്തിച്ച് പ്രാർത്ഥനയാണ്. എന്താ വിഷയം? അവിടുത്തെ സഹകരണ ബാങ്കിൽ നിന്ന് 50,000 രൂപ ലോൺ എടുത്തു. എന്നിട്ട് 100 ടിക്കറ്റ് വാങ്ങി ഓണം ബമ്പർ. ഒരു ടിക്കറ്റിന് 500 രൂപ, 100 ടിക്കറ്റിന് 50,000, കംപ്ലീറ്റ്
പൈസക്കും ടിക്കറ്റ് വാങ്ങി. എന്നിട്ട് ഈ ടിക്കറ്റും കൊണ്ട് പോയിട്ടാ പ്രാർത്ഥന ഒന്ന് അടുപ്പിച്ച് ചേർന്നേ. റിസൾട്ട് വന്നപ്പോൾ കുറേ ടിക്കറ്റ് ഒന്നിച്ചെടുത്താൽ എഴുന്നെങ്കിലും ചിലർ 50, 100, 500 കിട്ടുമല്ലോ. 1800 റുപ്യ അവന് കിട്ടിയത്. ഈ ലോണ് തിരിച്ചടക്കാൻ പറ്റാത്ത മാത്രമല്ല, ഒന്നും കിട്ടാത്തതിൻ്റെ ഒരു ഇച്ഛാഭംഗം കൊണ്ട് ആത്മഹത്യ ചെയ്തു. അവൻ്റെ ഭാര്യയും മക്കളും അനാഥരായി. ഇവൻ്റെ വിചാരം എന്താ? ഇവനാടെ മെഴുതിരിയും കത്തിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ പള്ളിയിലുള്ള ദൈവം പോയിട്ട് ഈ ടിക്കറ്റിൻ്റെ നമ്പറും കുറിച്ചെടുത്തിട്ട് ലോട്ടറി എടുക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഇവൻ്റെ നമ്പർ ഈ മിഷ്യനാണ് നറുക്കെടുക്കുക. ആ മിഷ്യനിൽ കയറിയിട്ട് ഈ നമ്പർ തെറിപ്പിച്ചു കൊടുക്കുന്നു. നേരത്തെ നമ്പർ മനസ്സിലാക്കിയിട്ട് ആ നമ്പറിന് ലോട്ടറി അടുപ്പിച്ച് കൊടുത്ത ഒരൊറ്റ ദൈവത്തെ എനിക്ക് വരികയുള്ളൂ, നിങ്ങൾക്കും വരികയുള്ളൂ. ആ ദൈവത്തെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. നേരത്തെ നമ്പർ മനസ്സിലാക്കിയിട്ട് ആ നമ്പറിന് ലോട്ടറി അടുപ്പിച്ച് കൊടുത്ത ദൈവം ആരാന്നറിയോ? കിലുക്ക സിനിമയിലെ രേവതി ഇന്നസെന്റിന് ലോട്ടറി അടുപ്പിച്ച് കൊടുക്കുന്നുണ്ടില്ലേ? കാമധേനുവിന്റെ ഫലം. ഈ പണിയെടുക്കുന്ന ആൾ ആ ദൈവം ഈ പൊട്ടനോട് ആരാ പറഞ്ഞു? നമ്മുടെ രാജ്യം തകർന്നു പോയത് അവനവനിൽ വിശ്വാസമില്ലാതെ ഇത്തരത്തിൽ ആരെങ്കിലും കൊണ്ടുത്തരും അതിനും കൊണ്ടങ്ങ് ജീവിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ മനുഷ്യരായത്. മറ്റ് ജീവജാലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നവങ്ങളായിട്ട് നമ്മളെ പുതുക്കുക, ചുറ്റുവട്ടത്തെ മാറ്റുക. അപ്പോഴേ നിങ്ങൾ മനുഷ്യരാവും. നവമായിട്ട് എന്നെ പുതുക്കുകയും ചുറ്റുവട്ടത്തെ ഞാൻ മാറ്റുകയും ചെയ്യണം. അങ്ങനെ മാറ്റാൻ ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ടിട്ടാണ് നാട്ടിലെല്ലാം വായനശാലകൾ ഉണ്ടായത്. 60 വർഷമായില്ലേ ഈ വായനശാല? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതിന്റെ സ്ഥാപക സെക്രട്ടറി പത്മനാഭ മാഷ് ഈ വജ്ര ജൂബിലി കഴിഞ്ഞു പോകുമ്പോൾ വജ്രം പോലെ തിളങ്ങുന്ന ഹൃദയവും മനസ്സുമുള്ളവരുടെ ഗ്രാമമായിട്ട് ഈ ഗ്രാമത്തെ മാറ്റിയെടുക്കാൻ നിങ്ങൾ എല്ലാവരും പ്രതിജ്ഞാബദ്ധരായിട്ട് മുന്നോട്ട് പോകണമെന്ന്